നമസ്കാരം. നമ്മുടെ വീട്ടിലൊക്കെ പഴം വാങ്ങി കുറച്ചൊന്ന് പഴുത്ത് കഴിയുമ്പോൾ പിന്നെ ആരും അത് കഴിക്കില്ല. അപ്പോൾ അതെങ്ങനെയെങ്കിലും എല്ലാവരെയും കൊണ്ട് കഴിപ്പിക്കാൻ പല റെസിപ്പീസും നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. മുമ്പും ഞാൻ ഇതുപോലെ കറുത്ത പഴം വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറേ റെസിപ്പീസ് ഷെയർ ചെയ്തിരുന്നു. ഇന്ന് ചെയ്യുന്നത് അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് കുറച്ചും കൂടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഇത് വീട്ടിൽ തന്നെയുള്ള 3 ഇൻഗ്രീഡിയൻസ് മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ലക്ഷ്മി. മൈദയും പഞ്ചസാരയും ഒന്നും ഇല്ലാതെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഹെൽത്തി സ്നാക്സ് ആണ് കൂടുതലും ഞാൻ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യൂ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാൻ അടുപ്പിലൊരു പാത്രം വെച്ചു. ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. ഇനി അതിലേക്ക് ഒരു 1/3 കപ്പ് ശർക്കരപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷുഗർ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് വലിഞ്ഞ് വരാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഞാൻ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാണ്. ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ശർക്കര പൊടിയില്ലാത്തവർ ചീകിയെടുത്താലും മതി, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഷുഗറാണോ യൂസ് ചെയ്യണേ അത് ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് നന്നായിട്ട് അലിഞ്ഞ് വരണം. ഞാൻ ഇതിൽ തന്നെയാണ്, ഈ പാത്രത്തിൽ തന്നെയാണ് പുഡിങ് ഉണ്ടാക്കിയെടുക്കണേ. നമുക്ക് ആ അടിയിലുള്ള ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണേ, ആ ഒരു ലെയറിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. നൂൽപ്പരുവൊന്നും ആവണ്ട, നന്നായിട്ടൊന്ന് അലിഞ്ഞു വന്നാൽ മതി. ഞാനിത് ഓഫ് ചെയ്ത് വെച്ചു. ഇനി ഇത് നന്നായിട്ട് ചൂടാറി വരണം. അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണോ പുഡിങ് ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഈ പാത്രത്തിൽ തന്നെയാണ് പുഡിങ് ഉണ്ടാക്കുന്നത്. ഇതിൽ തന്നെ ഇരുന്ന് നന്നായി സെറ്റായി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് പുഡിങ്ങിനുള്ള ബാക്കി കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാം. പുഡിങ്ങിലേക്കായിട്ട് ഞാനിവിടെ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കണം, ചെറുതായി അരിഞ്ഞിട്ട്. ഈ പഴം ഞാൻ ഇതിലേക്ക് മിക്സിയിലേക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പഴം തന്നെ ആദ്യം അടിച്ചെടുത്തിട്ട് പിന്നെ ഇത് രണ്ടും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് അടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഈ പഴമൊക്കെ ഉടഞ്ഞ് നന്നായി അടിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഷുഗർ മിക്സ് ഇട്ട ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം അതിന് മുമ്പ് അത് നന്നായിട്ട് സെറ്റായിട്ട് ഉണ്ടാവണം, എന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒരു അരിപ്പ എടുത്തിട്ട് അരിപ്പയിലൂടെയാണ് ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ പഴത്തിൻ്റെ എന്തെങ്കിലും തരികളുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് അരിപ്പയിൽ ചേർത്ത് കൊടുക്കണേ. ഞാനിപ്പോൾ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അളവ് ഡബിളാക്കാം. ഇപ്പോൾ 2 പഴവും 3 മുട്ടയൊക്കെ ചേർത്ത് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. 2 കപ്പ് പാലും കൂടി ചേർത്തിട്ട് ആവിയിൽ വെച്ച് വേവിക്കാനാണ് പോകുന്നത്. അപ്പോൾ ആവിയിൽ വേവിക്കുമ്പോൾ അതിൽ നിന്നുള്ള വെള്ളം ഇതിലേക്ക് കടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇതുപോലെ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഞാനിതൊന്ന് കവർ ചെയ്യുന്നുണ്ട്. അലുമിനിയം ഫോയിൽ ഇല്ലെങ്കിൽ സാധാരണ ഒരു അടപ്പ്, ഇത് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു അടപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുത്താൽ മതി. വെള്ളം ഉള്ളിലേക്ക് കിടക്കാതിരിക്കാനാണ്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഡ്ഡലി തട്ട് വേണമെങ്കിൽ ഇഡ്ഡലി തട്ടിൽ വേവിച്ചെടുക്കാം, ഇഡ്ഡലി പാത്രത്തിൽ. ഇതിപ്പോൾ ചെറിയ പാത്രമല്ലേ ഞാൻ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ചെറിയ പാത്രമാണ് എടുത്തിരിക്കുന്നത് വെള്ളം വയ്ക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു തട്ടോ സ്റ്റാൻഡിനും വെച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്താലും മതി. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ പുഡിങ്ങിൻ്റെ ഇത് വയ്ക്കാൻ പോകുന്നത്. ഇത് വയ്ക്കുക. ഇത് മീഡിയം ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. 20 മിനിറ്റ് മുതൽ 25 മിനിറ്റ് വരെ എടുക്കും. അപ്പോൾ ഓരോ പാത്രത്തിന് ഡിഫറൻസ് അനുസരിച്ചിരിക്കും. അപ്പോൾ 20 മിനിറ്റ് ഒരു 21 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് കുക്ക് ചെയ്യാം.
ഇതിപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ആയിട്ടുണ്ടോയെന്ന്. അതൊക്കെ തുറക്കാം. നല്ല ചൂടായിരിക്കും. പതുക്കെ ഈ അലുമിനിയം ഫോയിലൊന്ന് തുറന്നിട്ട് ചെക്ക് ചെയ്യാം. ഇനി നമ്മൾ ഒരു കത്തിയോ ഫോർക്കേനും വെച്ചിട്ട് ഇതൊന്ന് കുത്തി നോക്കുക. കണ്ടില്ലേ, ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. പായിട്ടില്ലെങ്കിൽ ഇതിൽ പറ്റി പിടിച്ച് വരും. ഇതിപ്പോൾ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് ഒരുവിധം തണുത്തതിന് ശേഷം വേണം നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് എടുക്കാനായിട്ട്. ഇതിപ്പോൾ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു കത്തി കൊണ്ട് പതുക്കെ സൈഡ്സ് എടുക്കാം. ഓൾറെഡി ഇത് വിട്ടിട്ടാണ് ഇരിക്കണേ. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. പതുക്കെ കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റാണ്, കണ്ടില്ലേ. പഴമൊക്കെ കഴിക്കാത്ത കുട്ടികളുടെ തന്നെ പഴം കഴിപ്പിക്കാൻ നല്ലൊരു മാർഗ്ഗമാണ്. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് അറിയില്ല കഴിച്ചു പോകുന്നത്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. ചെറുതായിട്ട് മുട്ടയുടെയും അതുപോലെ പഴത്തിൻ്റെയൊക്കെ ഒരു സ്മെല്ലുണ്ട്. അപ്പോൾ അത് വേണ്ടാന്നുള്ളവർക്ക് വാനില എസൻസ് നമ്മൾ അരയ്ക്കുമ്പോൾ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാൻ. ഞാൻ ചേർത്തിരുന്നില്ല. നല്ല സോഫ്റ്റാണ്. പഴം കഴിക്കാത്ത കുട്ടികളെ കഴിപ്പിക്കാൻ ഇതൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കാം. അപ്പോൾ ഇതിലെല്ലാം നല്ല സാധനങ്ങളാണ്. പഴവും പാലും മുട്ടയൊക്കെയാണ്. അപ്പോൾ എല്ലാം ഹെൽത്തിന് നല്ലതാണ് കുട്ടികൾക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. ഇനി ഇതുപോലെയുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.